നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് സെമ്മിന്റെയും അതുപോലെ തന്നെ സെക്കൻഡ് സെമ്മിന്റെയും എക്സാം ഡേറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും. ഇപ്പോൾ ഏകദേശം ഏത് ടൈമിലായിരിക്കും എക്സാംസ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ്. വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്കിപ്പോൾ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്കത് ജൂൺ ജൂലൈ ടൈമിൽ എക്സാംസ് ഉണ്ടായിരിക്കും എന്നുള്ള രൂപത്തിലാണ് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ അത് കൺഫേം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് അനുസരിച്ചായിരിക്കും നമുക്ക് എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഒരു ഡേറ്റ് പറയുവാണെങ്കിൽ, ഏകദേശം ഒരു ടൈം പറയുവാണെങ്കിൽ ഈ ഒരു ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് ഒക്കെ ആയിട്ട് എക്സാം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക. അതായത് നിങ്ങൾക്കിപ്പം റിവിഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, മാക്സിമം ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് എക്സാമിന് വേണ്ടിയുള്ള ടൈമാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എക്സാമിന് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് തൊട്ടെങ്കിലും പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ എക്സാമിന് വേണ്ടി നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ വേണ്ടി സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ ടൈമാണ്, സെക്കൻഡ് സെമ്മിന്റെ അസൈൻമെന്റിന്റെ ടൈമാണ്. അസൈൻമെന്റ് ഒക്കെ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ ഫസ്റ്റ് സെമ്മിന്റെ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് സെമ്മിന്റെ ടൈമാണ്. അപ്പോൾ സെക്കൻഡ് സെമ്മിൽ നിങ്ങൾ അസൈൻമെന്റ് ആരും തന്നെ സബ്മിറ്റ് ചെയ്യാതിരിക്കരുത്. കാരണം അസൈൻമെന്റൂടെ കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. പത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കേസിൽ പറയുവാണെങ്കിൽ ഇപ്പം സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ് നോർമലി എക്സാംസ് ഉണ്ടാവാറുള്ളത്. കാരണം ഈ ഒരു PSC അതുപോലെ തന്നെ UPSC പോലുള്ള എക്സാമുകളൊക്കെ നമുക്ക് ഈ ഒരു ടൈമിലായിരിക്കും നടത്തുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ബിസി ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ കൂടുതൽ പേരും ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അവർക്കൊക്കെ എക്സാം എഴുതാൻ പറ്റുന്ന രൂപത്തിലാണ് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ് നടത്താറുള്ളത്. സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ് നോർമലി നമുക്ക് എക്സാം വരാറുള്ളത്. അപ്പോൾ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഡേറ്റും ആ ഒരു ടൈമൊക്കെ അനുസരിച്ചാണ് നമുക്ക് മാക്സിമം എക്സാംസ് നടത്തുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈം വരുന്ന ടൈം അനുസരിച്ച് തന്നെയാണ് എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം പ്രോപ്പറായിട്ട് തന്നെ ഇനിയുള്ള ടൈമെങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. പഠിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ പോകാനായിട്ട്. അതുപോലെ ലാസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് റിവിഷൻ എന്നുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ റിവിഷനും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഏത് രൂപത്തിലാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ എക്സാം എഴുതാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ അതല്ല പുറത്തു നിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഡേറ്റ് ഏകദേശം അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എക്സാംസ് ഏത് ടൈമിലാണെങ്കിലും നമുക്ക് നടത്താനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം എല്ലാവരും നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്കോട് കൂടി എക്സാമിന് പാസ്സാവാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഡേറ്റ് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ നിൽക്കാം. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്